ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റോസ് ചെടികളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വളരുന്നത് മഴക്കാലത്താണ്. അതുപോലെ തന്നെയാണ് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ ഏറ്റവും കൂടുതൽ റോസ് ചെടികൾ നശിച്ചു പോകുന്നതും ഈ മഴക്കാലത്ത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചെടികൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മഴക്കാലത്ത് റോസ് ചെടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നിലത്ത് നടുന്ന നാടൻ റോസ് ചെടികൾക്കൊന്നും കാര്യമായിട്ട് മഴക്കാലത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതിനും കൂടി പകരമായിട്ട് നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങി വയ്ക്കുന്ന ബഡ് റോസുകളുണ്ടല്ലോ, അതിനൊക്കെയാണ് കൂടുതലായിട്ട് മഴക്കാലത്ത് ശ്രദ്ധ കൊടുക്കേണ്ടത്. മഴക്കാലമായാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നമ്മുടെ റോസ് ചെടികൾ നിൽക്കുന്ന ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. വെള്ളം വാർന്നു പോകാതെ നമ്മുടെ ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു കമ്പോ ഉപയോഗിച്ച് നമ്മുടെ ചെടിച്ചട്ടികളുടെ അടിയിലെ ഡ്രെയിനേജ് ഹോൾ ക്ലിയറാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. റോസ് ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അവ വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റോസ് ചെടികളുടെ ചുവട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം, മഴക്കാലത്ത് പ്രത്യേകിച്ചും. കാരണം ഇതുപോലെ ചെറിയ ചെറിയ കളകളൊക്കെ വളർന്നു വരുമ്പോൾ അതൊക്കെ കൈയോടെ തന്നെ നമ്മൾ നീക്കി കൊടുക്കണം. ഇതിൻ്റെ ചുവട്ടിൽ ഒരു കള പോലും നിൽക്കാതെ നമ്മൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റോസിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കീടങ്ങളൊക്കെ നമ്മുടെ റോസ് ചെടിയെ ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റോസ് ചെടിയുടെ ചുവടൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. മഴക്കാലത്ത് റോസ് ചെടികൾക്ക് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് 15 ദിവസത്തിലൊരിക്കൽ നമ്മൾ റോസ് ചെടിക്ക് നിർബന്ധമായും കൊടുക്കണം. ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് 2-3 ഗ്രാം എടുത്ത് അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ റോസ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഞാനൊക്കെ സാധാരണയായിട്ട് ചെയ്യുന്നത് സാഫാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫംഗിസൈഡ് കൊടുക്കുന്നത് വഴി നമ്മുടെ റോസ് ചെടികൾക്കൊക്കെ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഫംഗൽ ബാധ ഉണ്ടാകുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു നല്ല സംരക്ഷണമാണ് റോസ് ചെടികൾക്ക് ലഭിക്കുന്നത്. ഇനിയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ റോസ് ചെടികളിലൊക്കെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ പഴുത്ത ഇലകളൊക്കെ ധാരാളമായിട്ടുണ്ടാകും. ഇതുപോലെ വരുന്ന ഇലകളൊക്കെ നമ്മൾക്ക് കട്ട് ചെയ്ത് അതാത് സമയത്ത് മാറ്റി കൊടുക്കണം. ഈ മഞ്ഞ നിറത്തിലുള്ള ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയും അത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നിന്ന് അപ്പോൾ തന്നെ നമ്മളത് എടുത്ത് കളയുകയും വേണം. അതുപോലെ തന്നെയാണ് ഉണങ്ങി വരുന്ന പൂക്കൾ. അത് നമ്മൾ വേനൽക്കാലത്ത് നിർത്തുന്നത് പോലെ മഴക്കാലത്ത് നമ്മുടെ ചെടികളിൽ ഒട്ടും തന്നെ നിർത്താൻ പാടുള്ളതല്ല. അതൊക്കെ അഴുകി നമ്മുടെ ചെടിച്ചട്ടിയിൽ തന്നെ വീണ് ചെടിയുടെ ചുവട്ടിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഉണങ്ങി വരുന്ന പൂക്കളൊക്കെ നമ്മൾ അതാത് സമയത്ത് തന്നെ കട്ട് ചെയ്ത് നീക്കി കളയണം. വേനൽക്കാലത്ത് നമ്മുടെ റോസിൻ്റെയൊക്കെ ചുവട്ടിൽ നമ്മൾ സവാളത്തൊലി, വെളുത്തുള്ളിയുടെ തൊലി ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ മഴക്കാലത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസ് ചെടിയുടെ ചുവട്ടിൽ വേഗം തന്നെ ഫംഗസ് ബാധ ഉണ്ടാവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് ഇത് ഇട്ട് കൊടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മഴക്കാലത്ത് മാസത്തിൽ 2-3 തവണയൊക്കെ നമുക്ക് വേപ്പെണ്ണ മിശ്രിതം നമ്മുടെ റോസ് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി പുതുതായി വരുന്ന തളിർപ്പുകളും മൊട്ടുകളും ഒക്കെ
ഒരു കേടും കൂടാതെ വളർന്നു വരാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഒട്ടും തോരാതെ പെയ്യുന്ന മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാം. അധികം മഴ കൊള്ളാത്ത ഒരു ഭാഗത്തേക്ക് നീക്കി വയ്ക്കാം. അങ്ങനെ നീക്കി വയ്ക്കുമ്പോൾ ഇടയ്ക്കൊക്കെ തെളിയുന്ന വെയിൽ നമ്മുടെ റോസ് ചെടികൾക്ക് കിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ മാറ്റി വയ്ക്കാനായിട്ട്. മഴക്കാലത്ത് നന്നായി ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ ആട്ടിൻകാഷ്ടമോ ഇതൊക്കെ നമുക്ക് റോസ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മഴക്കാലത്ത് നമ്മുടെ റോസ് ചെടികളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ റോസ് ചെടികളിൽ നല്ല പോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.